എന്നും രാവിലെ വിചാരിക്കും ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് പഠിക്കണം. എക്സാമിനേഷനാണ് വരാൻ പോകുന്നത്. ദിവസമൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അകത്തൊരു അങ്കലാപ്പാണ്. സോ ഇന്ന് രാവിലെ പഠിക്കാനായിട്ട് നിങ്ങൾ റെഡി ആവുകയാണ്, പഠിക്കാനായിട്ടിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഇന്ന് വരെ ഇല്ലാത്ത ചിന്തകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇത്രയും ചിന്തിക്കാനൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ അപ്പോഴാണ് മനസ്സിൽ ആലോചിക്കുന്നത്. അപ്പോഴാണ് നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത്, പഠിക്കാനായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പിന്നെ എല്ലാവരെയും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും ഒന്ന് നമ്മൾ ഇരുന്ന് നോക്കി. കുറച്ച് നേരമൊക്കെ നമ്മളൊന്ന് ആ ടോപ്പിക്സിലൂടെ കടന്നുപോയി, പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞു, നമ്മൾ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഒന്ന് മൊബൈൽ കയ്യിലേക്ക് എടുക്കാം എന്ന്. സോ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു 10 മിനിറ്റിലേക്ക് വേണ്ടി മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചറിയുന്നത്, സമയം പോയത് അറിയുന്നത് വൈകുന്നേരം ആകുമ്പോഴായിരിക്കും. കാരണം നമ്മളെ ആ മൊബൈൽ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഈവനിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒന്ന് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം സെറ്റാക്കാമെന്ന്. വൈകുന്നേരം കഥ തദൈവ തന്നെയാണ്, ഇതേപോലെ അങ്ങ് പോകും. പക്ഷെ ആ ദിവസം അവസാനം കിടക്കാൻ നേരത്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ ദിവസം കൊണ്ട് യാതൊന്നും പഠിച്ചില്ല എന്ന നഗ്ന സത്യം. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? നാളെ സെറ്റാക്കാം. പക്ഷേ വാട്ട് ഹാപ്പൻസ്? അഗെയിൻ ദ സ്റ്റോറി റിപ്പീറ്റ്സ്. അപ്പോൾ ഇതല്ലേ ഇപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ എന്തോ അത് കൃത്യമായി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും 90% കുട്ടികളും ഇപ്പോൾ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാമിനേഷൻ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സോ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെയാണോ ആക്ച്വലി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? അല്ല, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഓഫ് കോഴ്സ് വേണം. നമുക്ക് എങ്ങനെ ഇതൊന്ന് മാറ്റി പിടിക്കാം, എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാം, നമ്മുടെ ഈ മടി നമുക്കൊന്ന് മാറ്റി ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയിലൂടെ അതായത് ബോർഡ് എക്സാമിനേഷന് ഒരു 95% എബോവ് വാങ്ങിക്കാൻ സാധിച്ചാൽ അതല്ലേ നമ്മൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് അതെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ലാക്കായിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ പക്കലില്ല. നിങ്ങൾ ഇന്ന് ഫിസിക്സ് എടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ തോന്നും കെമിസ്ട്രി പഠിക്കാമെന്ന്. കെമിസ്ട്രി എടുക്കുമ്പോൾ തോന്നും അതല്ലല്ലോ മാത്സ് അല്ലേ കുറച്ച് ടഫ്, അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ആദ്യം പോകാമെന്ന്. ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും, ഒന്നിലും സ്റ്റിക്ക് ഓൺ ആകത്തില്ല, ഒന്നും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുന്നില്ല. ഈ ഒരു മൊമെന്റിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഫോളോ ചെയ്ത് പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് നിങ്ങളുടെ റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. രണ്ടാമത്തേത്, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പറഞ്ഞു തരാനും ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഒരു ഫാക്കൽറ്റിയുടെ സപ്പോർട്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഷുവർ ആണ് ഏതൊരു കുട്ടിക്കും 95% എബോവ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എങ്കിൽ ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ, മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാലേൺ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുകയാണ് എൻ ഗെയിമിലൂടെ. ഡിസംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന എൻ ഗെയിമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ എക്സാമിനേഷന് മുന്നേ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്സും അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാം. ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസമാണ് ഓരോ ചാപ്റ്റേഴ്സിനും നമ്മൾ മാറ്റി വെക്കുന്നത്. എങ്ങനെയായിരുന്നല്ലേ? ആദ്യത്തെ ദിവസം നമ്മൾ തിയറി പാർട്ട് കൃത്യമായിട്ട് പഠിച്ചു തീർക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അതിൽ നിന്നുള്ള PYQ ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്ത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരികയെന്നും അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതും കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഡിസംബർ 1-ാം തീയതി തുടങ്ങുന്ന ഈ എൻ ഗെയിം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബോർഡ് എക്സാമിനേഷനിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും ഒപ്പം ഫാക്കൽറ്റി സപ്പോർട്ടുമാണ്. സോ എൻ ഗെയിം ഈസ് നോട്ട് ജസ്റ്റ് എ മിയർ എൻ ഗെയിം, ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ ബോർഡ് എക്സാമിനേഷൻ. അപ്പോൾ എങ്ങനെയാ ജോയിൻ ചെയ്യുകയല്ലേ? കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക.